നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെ തുടർഭരണ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന നിർണായക ചർച്ച ഇന്ന് ഡൽഹിയിൽ നടക്കുകയാണ്. മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ ബജറ്റാണ് വരുന്നത്. അതിനു മുന്നോടിയായി സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുമായുള്ള കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കൂടിക്കാഴ്ചയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. GST കൌൺസിലും ഇന്നാണ്. കേരളവുമായി നിരന്തരം തർക്കത്തിലേർപ്പെട്ടിരുന്ന കേന്ദ്രമന്ത്രിയുടെ നിലപാടിൽ മാറ്റമുണ്ടാകുമെന്ന് കേരളത്തിന് അധിക സഹായം ലഭിക്കുമെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ. അതിനാൽ കിഫ്ബിയെയും പെൻഷൻ കമ്പനിയെയും കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന ആവശ്യം മന്ത്രി KN ബാലഗോപാൽ ഉന്നയിക്കും. കേന്ദ്രമന്ത്രിക്ക് കേരളത്തിന്റെ ആവശ്യങ്ങൾ കത്തായി നൽകാനുള്ള സംസ്ഥാനത്തിന്റെ തീരുമാനവുമുണ്ട്. ക്ഷേമ പെൻഷൻ കുടിശ്ശികയടക്കം നൽകുക എന്നതാണ് സംസ്ഥാന സർക്കാരിന് മുന്നിലെ ഇപ്പോഴത്തെ വലിയ വെല്ലുവിളി. പെൻഷൻ കമ്പനി വഴി പണം കടമെടുത്ത് പെൻഷൻ നൽകുന്നതായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ രീതി. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ പെൻഷൻ കമ്പനി എടുക്കുന്ന വായ്പകൾ കൂടി സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം ഉൾപ്പെടുത്തി. ഇതോടെയാണ് പെൻഷൻ വിതരണം തടസ്സപ്പെട്ടത്. 5 മാസത്തെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യാൻ 4000 കോടി രൂപയാണ് സർക്കാരിന് അടിയന്തരമായി വേണ്ടത്. അതിനാൽ പെൻഷൻ കമ്പനിയെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന ആവശ്യമാണ് കേരളം പ്രധാനമായും ഉന്നയിക്കുക. BJP ഘടകകക്ഷികളുടെ കൂടി പിന്തുണയോടെ ഭരിക്കേണ്ട പുതിയ സാഹചര്യത്തിൽ ഇനി സംസ്ഥാനങ്ങളോട് അനുഭാവപൂർണമായ സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമെന്നും കേരളം കരുതുന്നുണ്ട്. എന്നാൽ കേരളത്തോട് എങ്ങനെയായിരിക്കും ഈ നീക്കമെന്ന് കണ്ടറിയേണ്ടി വരും. കിഫ്ബിയെയും പെൻഷൻ കമ്പനിയെയും കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കാനായില്ല എങ്കിൽ കടമെടുപ്പ് പരിധിയിൽ 1% വർധനവ് വേണമെന്ന ആവശ്യവും കേരളത്തിനുണ്ട്. അതേസമയം പ്രതിസന്ധി മറികടക്കാൻ സംസ്ഥാന സർക്കാരിന്റെ മനസ്സിലുള്ള പ്ലാൻ B എന്താണ് എന്ന ചോദ്യം കേന്ദ്ര മന്ത്രാലയം ഉയർത്തിയിട്ടുമുണ്ട്. കേരളത്തിന് അധിക കടമെടുപ്പിന് അനുമതി നൽകണമെങ്കിൽ പാലിക്കേണ്ട വ്യവസ്ഥകളുടെ കൂട്ടത്തിൽ പ്ലാൻ B എന്തെന്ന് വെളിപ്പെടുത്തണം എന്ന നിർദ്ദേശം നേരത്തെ കേന്ദ്രം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ വ്യവസ്ഥ വെച്ചുള്ള കടമെടുപ്പ് വാഗ്ദാനം കേരളം തള്ളുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ആയതുകൊണ്ട് തന്നെ ഇതുവരെ കേരളം എന്തൊക്കെയാണ് ചെയ്തതെന്നും കേരളത്തിന്റെ ഒരു രീതി എങ്ങനെയാണ് എന്നും എങ്ങനെയാണ് കേരളം ഈ ധനം വിനിയോഗിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ നന്നായി അറിയാവുന്ന വ്യക്തി തന്നെയാണ് നിർമ്മലാ സീതാരാമൻ. അതുകൊണ്ട് തന്നെ ഒരു പൊടിപ്പും തൊങ്ങലും വെച്ച് എന്തു പറഞ്ഞാലും അവിടെ വില പോകില്ല എന്നത് സത്യമാണ്. കൃത്യമായ രേഖകൾ, വ്യക്തമായ സാഹചര്യങ്ങൾ അത് തെളിയിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ കേരളത്തോട് ഒരു അനുഭാവം കേന്ദ്രത്തിന് ധനകാര്യത്തിൽ കാണിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വ്യക്തമാകുന്നത്.